ഗാസയിൽ ഹമാസ് ഭീകരർക്കെതിരെയുള്ള ആക്രമണം തുടർന്ന് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെയാണ് ഗാസയുടെ ബോർഡറിൽ ഇസ്രായേലി സേന വധിച്ചത്. ഗാസയിലെ ഇസ്രായേലിൻ്റെ യെല്ലോ ബോർഡർ കടക്കാൻ ശ്രമിച്ച 3 ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണമുണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഡസനിലധികം ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ ആരംഭിച്ചതിന് പിന്നാലെ ഗാസയിൽ ഹമാസിന് നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ 48 മണിക്കൂറിലുണ്ടായത്. റഫയ്ക്കും ഖാൻ യൂനിസിനും സമീപമുള്ള നിരവധി ഭൂഗർഭ ടണലുകൾ പൂർണ്ണമായും ഇസ്രായേലി സേന തകർത്തു. 2 കിലോമീറ്റർ അധികം നീളമുള്ള ടണലുകളിൽ ബോംബുകൾ വെച്ചുകൊണ്ടാണ്, സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ടാണ് ഇസ്രായേലി സേന ആക്രമണം നടത്തിയത്. ഗാസയിലെ 60% ഭൂഗർഭ ബങ്കറുകൾ ഇതിനകം തന്നെ തകർത്തു എന്നാണ് ഇസ്രായേലി സേന നൽകുന്ന വിവരം. ഇതിന് പിന്നാലെയാണ് ഗാസയിൽ ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിൻ്റെ അതിർത്തി കടക്കുന്നതിനും ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണം നടത്തുന്നതിനുമുള്ള നീക്കം ആരംഭിച്ചത്. ഒരു ചില്ലിംഗ് വീഡിയോ ഇസ്രായേലി സേന പുറത്തുവിടുന്നുണ്ട്. ആ വീഡിയോയിൽ ഒരു ഹമാസിൻ്റെ ഭീകരൻ കയ്യിൽ യന്ത്രത്തോക്കുമായി ഇസ്രായേലി സേനയ്ക്ക് നേരെ വെടിയുതിർത്തുകൊണ്ട് റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യമാണ്. ആ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ അയാൾ നിരന്തരമായി ഇസ്രായേലി സേനയ്ക്കെതിരെ, ഇസ്രായേലി സേനയുടെ ക്യാമ്പുകൾക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം ഡ്രോണിൽ നിന്നുള്ള ആക്രമണത്തിൽ ഈ കൊടും ഭീകരൻ റോഡിൽ കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേലി സേന തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ മണിക്കൂറുകൾക്ക് തന്നെ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടത്. എത്രത്തോളം ഭീകരമാണ് ഗാസയിലെ അവസ്ഥയെന്ന് വിവരിക്കുന്നതാണ് ഈ വീഡിയോ. ഗാസയിലെ രണ്ടാമത്തെ ഒരു ആക്രമണത്തിൽ 3 ഹമാസ് ഭീകരന്മാരെയാണ് ഇസ്രായേലി സേന വധിച്ചത്. ഈ 3 പേരും യെല്ലോ ലൈൻ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഇസ്രായേലിൻ്റെ ക്യാമ്പുകൾക്ക് നേരെ ഉടനടി ആക്രമണത്തിന് തയ്യാറെടുക്കുകയുമായിരുന്നു എന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലി സേനയുടെ അതിരൂക്ഷമായ ആക്രമണമുണ്ടായത്. ഡ്രോൺ ആക്രമണത്തിലും അതുപോലെ തന്നെ വ്യോമാക്രമണത്തിലുമാണ് നിരവധി ഹമാസ് ഭീകരന്മാരെ ഇസ്രായേലി സേന വധിച്ചത്. ഗാസയുടെ ആകാശത്ത് IDFൻ്റെ നിരവധി ഡ്രോണുകൾ ഇപ്പോൾ നിരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ട്. ഹമാസിൻ്റെ കണ്ണിൽപ്പെടാതെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയാണ് ഗാസയുടെ ആകാശത്ത് ഇസ്രായേൽ നടത്തുന്നത്. ഈ ഡ്രോണുകളാണ് ഈ ഹമാസ് ഭീകരന്മാരുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി ഒപ്പിയെടുക്കുന്നത്. ബങ്കറുകൾക്കുള്ളിൽ കഴിയുന്ന ഹമാസ് ഭീകരന്മാരിൽ ചിലർ ബങ്കറുകൾക്ക് നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ ഡ്രോണുകൾ കൃത്യമായി തന്നെ ഒപ്പിയെടുത്തു. തൊട്ടടുത്ത നിമിഷത്തിൽ ഈ ഹമാസ് ഭീകരന്മാരെ തല ചിതറിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഉണ്ടായത്. അങ്ങനെ ഈ ഡ്രോണുകളുടെ ക്യാമറ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തരത്തിലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസ് ഭീകരന്മാർ. ഇനി ഗാസയിൽ വളരെ കുറച്ച് ഹമാസ് ഭീകരന്മാർ മാത്രമേ ജീവനോടെ അവശേഷിക്കുന്നുള്ളൂ എന്ന് ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇവർ ബങ്കറുകൾക്കുള്ളിലാണ് അധിവസിക്കുന്നത് എന്ന് ഇസ്രായേൽ സേന കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ബങ്കറുകൾക്കുള്ളിൽ നിന്ന് ഇവർ പുറത്തു വന്നാൽ ആ നിമിഷം ഇവരെ വധിക്കാനാണ് ഇസ്രായേലി സേനയുടെ നീക്കം. അതേസമയം ബങ്കറുകൾക്കുള്ളിൽ ഇവർ പട്ടിണി കിടന്ന് ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന കണക്കുകൂട്ടലും ഇസ്രായേലിനുണ്ട്. കാരണം കഴിഞ്ഞ 3 മാസമായി ബങ്കറുകൾക്കുള്ളിലേക്കുള്ള വെള്ളവും ബങ്കറുകൾക്കുള്ളിലേക്കുള്ള എല്ലാ സപ്ലൈയും പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ബങ്കറുകളുമായിട്ടുള്ള എല്ലാ ബന്ധവും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ, മറ്റ് അടിയന്തര ആവശ്യങ്ങൾ ലഭിക്കാതെ ബങ്കറുകൾക്കുള്ളിൽ നിരവധി ഹമാസ് ഭീകരന്മാർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ. കൊല്ലപ്പെടാതെ ഇസ്രായേലുമായി യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ബങ്കറുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഇസ്രായേലി സേനയുടെ വെടിയേറ്റ് അവർ തൽക്ഷണം കൊല്ലപ്പെടുന്നു. ഇതാണ് ഗാസയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇസ്രായേലി സേന തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ മണിക്കൂറുകൾക്ക് തന്നെ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടത്. എത്രത്തോളം ഭീകരമാണ് ഗാസയിലെ അവസ്ഥയെന്ന് വിവരിക്കുന്നതാണ് ഈ വീഡിയോ.
ഗാസയിലെ രണ്ടാമത്തെ ഒരു ആക്രമണത്തിൽ 3 ഹമാസ് ഭീകരന്മാരെയാണ് ഇസ്രായേലി സേന വധിച്ചത്. ഈ 3 പേരും യെല്ലോ ലൈൻ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഇസ്രായേലിൻ്റെ ക്യാമ്പുകൾക്ക് നേരെ ഉടനടി ആക്രമണത്തിന് തയ്യാറെടുക്കുകയുമായിരുന്നു എന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലി സേനയുടെ അതിരൂക്ഷമായ ആക്രമണമുണ്ടായത്. ഡ്രോൺ ആക്രമണത്തിലും അതുപോലെ തന്നെ വ്യോമാക്രമണത്തിലുമാണ് നിരവധി ഹമാസ് ഭീകരന്മാരെ ഇസ്രായേലി സേന വധിച്ചത്. ദുരന്തമാണ് ഗാസയിലെ ഹമാസിൻ്റെ അവസ്ഥ. ഒരു കാലത്ത് ഗാസ് അടക്കിവാണ ഹമാസ് എന്ന ഭീകര സംഘടന ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ജീവന് വേണ്ടി പോരാടുന്നൊരവസ്ഥ. ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ നിരവധി ഹമാസ് ഭീകരന്മാർ ഇതിനകം തന്നെ കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കാരണം മരണമല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊന്നുമില്ല. അപ്പോൾ ആയുധം വെച്ച് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുക മാത്രമാണ് അവരുടെ വഴി. ഒരു വീഡിയോ ഇതിനു മുൻപ് ഇസ്രായേലി സേന അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു ഹമാസ് ഭീകരൻ കൈ ഉയർത്തി നിലവിളിച്ചുകൊണ്ട് ഗാസയുടെ തെരുവുകളിലൂടെ ഓടുന്ന ദൃശ്യം. മറ്റൊന്നിനുമായിരുന്നില്ല, ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ വേണ്ടിയായിരുന്നു ഹമാസിൻ്റെ ഈ ഭീകരൻ്റെ ഈ നെട്ടോട്ടം. എന്നെ വധിക്കരുതേ, എൻ്റെ ജീവൻ നൽകൂ, ഞാനിതാ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് നിലവിളിച്ചുകൊണ്ടാണ് ഹമാസ് ഭീകരൻ മുന്നോട്ട് വന്നത്. ഇത് ഗാസയിലെ ഹമാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഏറ്റവും വലിയൊരു നേർചിത്രമാണ്. ഇത്രത്തോളം ദയനീയമാണ് ഗാസയിൽ ഹമാസിൻ്റെ അവസ്ഥ. ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനത്തെ ഹമാസ് ഭീകരനെയും വധിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഇസ്രായേലി സേന. ഗാസയിൽ ഹമാസ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഗാസയിൽ ഹമാസിൻ്റെ ഉന്മൂലനം ഏറെക്കുറെ സാധ്യമായിരിക്കുന്നു. ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടന എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഗാസയിൽ ഹമാസിൻ്റെ സമ്പൂർണ്ണമായ അന്ത്യം കുറിക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഉറപ്പായി തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യം. ഗാസയിലെ ഹമാസിൻ്റെ സാന്നിധ്യം സമ്പൂർണ്ണമായി ഇല്ലാതാക്കുകയും എന്നേക്കുമായി ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ശല്യം ഒഴിവാക്കുകയുമാണ് ഇസ്രായേലി സേന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധം 2 വർഷത്തിലധികം പിന്നിടുമ്പോൾ ഗാസയിൽ ഹമാസിൻ്റെ കൂട്ടക്കുരുതിയാണ് ഇസ്രായേലി സേന ഉറപ്പാക്കുന്നത്.